ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GKC ട്യൂട്ടോറിയൽസ്. നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ GKC ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജോയിൻ മെമ്പർ ആക്കാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ജോയിൻ ചെയ്യുക. ലഭ്യമായ ക്ലാസ്സുകൾ ഏതെന്നറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക. ഓക്കെ, ഇനി വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കറന്റ് അഫയേഴ്സ് സീരീസ് വീഡിയോയുടെ രണ്ടാം ഭാഗമാണ്. ഇന്നത്തെ വീഡിയോയിൽ കേന്ദ്ര മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ഇതുകൂടാതെ മറ്റു പദവികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസുമാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു. അപ്പോൾ ദ്രൗപദി മുർമു ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയാണ്. ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആണ്. ജഗദീപ് ധൻഖർ ആണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് 2024 ജൂൺ 10 നിലവിൽ വന്ന മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പുകളും അവയുടെ മന്ത്രിമാരെ കുറിച്ചുമാണ്. ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി. ഇദ്ദേഹം വഹിക്കുന്ന മറ്റു വകുപ്പുകൾ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ഓർ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഹിക്കുന്ന മറ്റു വകുപ്പുകൾ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അറ്റോമിക് എനർജി ഉണ്ട്, പെൻഷൻസ്, ഇവയൊക്കെ ഇദ്ദേഹം വഹിക്കുന്ന ചുമതലകളാണ്. ഇനി നെക്സ്റ്റ്, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാണ്? ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി. ഡിഫൻസ് മിനിസ്റ്റർ അഥവാ പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ്. ഇനി നെക്സ്റ്റ്, ആഭ്യന്തര മന്ത്രി ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആഭ്യന്തര മന്ത്രി ആരാണ്? അമിത് ഷായാണ് ഇപ്പോഴത്തെ ആഭ്യന്തര, ഇതുകൂടാതെ സഹകരണ വകുപ്പ് മന്ത്രി കൂടിയാണ്. അപ്പോൾ കേന്ദ്ര കോർപ്പറേഷൻ അഥവാ സഹകരണ മന്ത്രി ആരാണ്? അമിത് ഷായാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഹോം അഫയേഴ്സ്, കോർപ്പറേഷൻ. കേന്ദ്ര ആഭ്യന്തര മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അമിത് ഷായാണ്. കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി ആരാണ്? അതും അമിത് ഷായാണ്. ഇനി നെക്സ്റ്റ്, കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ജയ്റാം ഗഡ്കരി. ഇത് ഷോർട്ടായി നിതിൻ ഗഡ്കരി എന്നും പറയാറുണ്ട്. അപ്പോൾ കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? നിതിൻ ഗഡ്കരി. ഇനി നെക്സ്റ്റ്, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഇത് കൂടാതെ മറ്റൊരു വകുപ്പ് കൂടിയുണ്ട്, മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ജഗത് പ്രകാശ് നഡ്ഡ. ഇത് ഷോർട്ടായി JP നഡ്ഡ എന്ന് അറിയപ്പെടുന്നു. JP നഡ്ഡ അദ്ദേഹമാണ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയും ഇതുകൂടാതെ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഡിപ്പാർട്ട്മെന്റും കൈകാര്യം ചെയ്യുന്നത് JP നഡ്ഡയാണ്. ഫുൾ ഫോം ജഗത് പ്രകാശ് നഡ്ഡ. നെക്സ്റ്റ് വകുപ്പ് ഗ്രാമവികസനം, കൃഷി വകുപ്പ്, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. ഇത് കൂടാതെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. ശിവരാജ് സിംഗ് ചൗഹാനാണ് കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി, അല്ലെങ്കിൽ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ. നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അതാണ് ധനകാര്യം. ധനകാര്യം, കോർപ്പറേറ്റ് കാര്യം, ഈ രണ്ട് വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമനാണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആൻഡ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ധനകാര്യ വകുപ്പ്, മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ. നെക്സ്റ്റ്, വിദേശകാര്യം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ മന്ത്രി ആരാണ്? ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ. ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ ആണ് വിദേശകാര്യ മന്ത്രി. അദ്ദേഹം S ജയശങ്കർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, അതാണ് വിദേശകാര്യം, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ മന്ത്രി ആരാണ്? ഡോക്ടർ S ജയശങ്കർ. ഇനി നെക്സ്റ്റ്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാനാണ്. ഇമ്പോർട്ടന്റ് ആണ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ, ഇദ്ദേഹമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും PSC, ദേവസ്വം ബോർഡ്, മറ്റു കോമ്പറ്റേറ്റീവ് എക്സാംസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുമാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സിവിൽ വ്യോമയാന വകുപ്പ് മന്ത്രി ആരാണെന്നുള്ളതാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സിവിൽ വ്യോമയാന വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ K റാം മോഹൻ നായിഡു ആണ് ഇപ്പോഴത്തെ സിവിൽ വ്യോമയാന വകുപ്പ്, അതായത് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ.
അപ്പോൾ സിവിൽ ഏവിയേഷൻ വകുപ്പ് മന്ത്രി ആരാണെന്നും ചോദിക്കാം, സിവിൽ വ്യോമയാന വകുപ്പ് മന്ത്രി ആരാണെന്നും ചോദിക്കാം. കെ രാംമോഹൻ നായിഡു ആണ് ഇപ്പോഴത്തെ സിവിൽ വ്യോമയാന വകുപ്പ് മന്ത്രി. നെക്സ്റ്റ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റെയിൽവേ IT വകുപ്പ് മന്ത്രി ആരാണെന്ന് നോക്കാം. അശ്വിനി വൈഷ്ണവ് ആണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ റെയിൽവേ IT വകുപ്പ് മന്ത്രി. അശ്വിനി വൈഷ്ണവ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മറ്റു വകുപ്പുകൾ നോക്കാം. അതായത് മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇത്തരം വകുപ്പുകൾ അശ്വിനി വൈഷ്ണവ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ റെയിൽവേ മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവ്. നെക്സ്റ്റ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വനം കാലാവസ്ഥ വകുപ്പ് മന്ത്രി ആരാണെന്ന് നോക്കാം. കേന്ദ്ര വനം കാലാവസ്ഥ വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവ് ആണ്. ഭൂപേന്ദർ യാദവ് ആണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ വനം കാലാവസ്ഥ വകുപ്പ് മന്ത്രി. അതായത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഈ ഡിപ്പാർട്ട്മെന്റുകൾ കൈകാര്യം ചെയ്യുന്നത് ഭൂപേന്ദർ യാദവ് ആണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ടൂറിസം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ്? ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ടൂറിസം വകുപ്പ് മന്ത്രി. ഇദ്ദേഹത്തിന്റെ മറ്റു വകുപ്പുകൾ മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് മിനിസ്ട്രി ഓഫ് ടൂറിസം. ഇത് രണ്ടും ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി ഇന്ത്യയുടെ ഇപ്പോഴത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരാണെന്ന് നോക്കാം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയാണ്. ശ്രീമതി അന്നപൂർണ ദേവിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി. മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷ ക്ഷേമം. ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഏതാണെന്ന് നോക്കാം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പാർലമെന്ററി കാര്യമന്ത്രി അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി ആരാണ്? ആൻസർ ശ്രീ കിരൺ റിജ്ജു. കിരൺ റിജ്ജു ആണ് ഇപ്പോഴത്തെ പാർലമെന്ററി കാര്യമന്ത്രി, ഇപ്പോഴത്തെ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി. അതായത് മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ്. ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് കിരൺ റിജ്ജു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ തൊഴിൽ മന്ത്രിയാണ് മാൻസുഖ് എൽ മണ്ഡാവിയ. മാൻസുഖ് എൽ മണ്ഡാവിയയാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ തൊഴിൽ വകുപ്പ് മന്ത്രി. അതായത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്. അപ്പോൾ തൊഴിൽ വകുപ്പ് മന്ത്രി മാത്രമല്ല, ഇദ്ദേഹം യുവജനകാര്യമന്ത്രിയും സ്പോർട്സ് മന്ത്രിയും കൂടിയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ യുവജനകാര്യ സ്പോർട്സ് മന്ത്രി കൂടിയാണ് മാൻസുഖ് എൽ മണ്ഡാവിയ. ഇദ്ദേഹം ഇന്ത്യയുടെ ഇപ്പോഴത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി കൂടിയാണ്. ഇപ്പോൾ 3 വകുപ്പുകൾ പറയാനുണ്ട്. ഇന്ത്യയുടെ തൊഴിൽ വകുപ്പ് മന്ത്രി, യൂത്ത് അഫയേഴ്സ് യുവജനകാര്യമന്ത്രി, സ്പോർട്സ് മന്ത്രി. ഇതെല്ലാം മാൻസുഖ് എൽ മണ്ഡാവിയയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ തുറമുഖ വകുപ്പ് മന്ത്രി ആരാണെന്ന് നോക്കാം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോണോവാലാണ്. സർബാനന്ദ സോണോവാലാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ തുറമുഖ വകുപ്പ് മന്ത്രി. അതായത് മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്. ഇനി ഇത് കൂടാതെയുള്ള മറ്റു വകുപ്പുകൾ ആരാണ് കൈകാര്യം ചെയ്യുന്നത് നോക്കാം. ശ്രീ മനോഹർ ലാൽ, മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് പവർ. അത് മനോഹർ ലാലാണ്. HD കുമാരസ്വാമി, മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ്, മിനിസ്ട്രി ഓഫ് സ്റ്റീൽ. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് സ്റ്റീൽ, HD കുമാരസ്വാമി. ഇനി പീയൂഷ് ഗോയൽ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഇപ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലാണ്. കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ്? പീയൂഷ് ഗോയൽ. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, ഇതിന്റെ മിനിസ്റ്റർ ജിതൻ റാം മാൻജിയാണ്. നെക്സ്റ്റ് മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ്, ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡെയറിംഗ്. ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് രാജീവ് രഞ്ജൻ സിംഗ് ആണ്. രാജീവ് രഞ്ജൻ സിംഗ് ആണ് ഇപ്പോഴത്തെ ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി, ഡെയറിംഗ്, പഞ്ചായത്ത് രാജ് വകുപ്പ് മന്ത്രി. ഇനി ഇതുകൂടാതെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മന്ത്രി വീരേന്ദ്ര കുമാറാണ്. നെക്സ്റ്റ് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. ഈ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് പ്രഹ്ലാദ് ജോഷി. പ്രഹ്ലാദ് ജോഷിയാണ് ഇപ്പോഴത്തെ കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, അതായത് റേഷൻ വകുപ്പ് മന്ത്രി. ഇനി നെക്സ്റ്റ് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ്. നെക്സ്റ്റ് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ജുവൽ ഓറം. ജുവൽ ഓറം ആണ് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ്. ഇതുകൂടാതെ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഗിരിരാജ് സിംഗ്. ഗിരിരാജ് സിംഗ് ആണ് മിനിസ്ട്രി ഓഫ്
ടെക്സ്റ്റൈൽസ്. മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, മിനിസ്ട്രി ഓഫ് ഡെവലപ്മെന്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ മിനിസ്റ്റർ ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. നെക്സ്റ്റ് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്, ഹർദീപ് സിംഗ് പുരിയാണ് അതിന്റെ മിനിസ്റ്റർ. ഇത് കൂടാതെ മിനിസ്ട്രി ഓഫ് കോൾ ആൻഡ് മിനിസ്ട്രി ഓഫ് മൈൻസ്, കിഷൻ റെഡ്ഡി. മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ്, മന്ത്രി ശ്രീ ചിരാഗ് പാസ്വാൻ ആണ്. മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ്, ചിരാഗ് പാസ്വാൻ. ഇതുകൂടാതെ മിനിസ്ട്രി ഓഫ് ജൽശക്തി, CR പാട്ടീൽ. ഇതുകൂടാതെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, മിനിസ്ട്രി ഓഫ് പ്ലാനിംഗ്. ഇതിന്റെ മിനിസ്റ്റർ റാവു ഇന്ദർജിത് സിംഗ് ആണ്. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്, മന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇതുകൂടാതെ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, അർജുൻ റാം മേഘ്വാൾ ആണ്. മിനിസ്ട്രി ഓഫ് ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി, ദാറ്റ് മീൻസ് ആയുഷ്. ഇവയുടെയൊക്കെ മന്ത്രി ശ്രീ ജാദവ് പ്രതാപ് റാവു ഗണപത് റാവു ആണ്. ജാദവ് പ്രതാപ് റാവു ഗണപത് റാവു ആണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. നെക്സ്റ്റ് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ജയന്ത് ചൗധരി. ഇത്രയുമാണ് മെയിൻ വകുപ്പുകൾ. ഇനി കുറച്ചധികം സഹമന്ത്രിമാരുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാരെ കുറിച്ചുള്ള ഡീറ്റെയിൽ എന്തായാലും പഠിച്ചു വെക്കണം. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള 2 സഹമന്ത്രിമാർ, ഒന്ന് സുരേഷ് ഗോപി, ഇദ്ദേഹത്തിന്റെ വകുപ്പുകൾ മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്, മിനിസ്ട്രി ഓഫ് ടൂറിസം. അപ്പോൾ പെട്രോളിയം, നാച്ചുറൽ ഗ്യാസും ടൂറിസം വകുപ്പിന്റെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. അതോർത്തു വെക്കണം. കേരളത്തിൽ നിന്നുള്ള 2ാമത്തെ സഹമന്ത്രി ജോർജ് കുര്യനാണ്. ഇദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ്സ് മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡെയറിംഗ് ആണ്. ഇത് കൂടാതെ വിദേശകാര്യ സഹമന്ത്രി കൂടിയാണ് ജോർജ് കുര്യൻ. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള 2 സഹമന്ത്രിമാരെ മറക്കാതെ പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്നുള്ളതാണ്. അപ്പോൾ DY ചന്ദ്രചൂഡ്. DY ചന്ദ്രചൂഡാണ് 2024 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ മറ്റു രീതിയിലും ചോദിക്കാവുന്നതാണ്. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്നുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്. അതായത് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് കോടതിയിലെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്. ഫുൾ നെയിം ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് എന്നാണ് DY ചന്ദ്രചൂഡ് എന്നതിന്റെ ഫുൾ നെയിം. ഇതുമായി റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണെന്നുള്ളത്. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് 38ാമത്തെ ചീഫ് ജസ്റ്റിസ് കൂടിയാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് AK ദേശായി, അതായത് ആശിഷ് ജിതേന്ദ്ര ദേശായി. ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇനി പഠിക്കാൻ പോകുന്നത് നിലവിലെ 2024 റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്. ഇത് റിപ്പീറ്റഡ് PSC ക്വസ്റ്റ്യൻ ആണ്. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ് ആണ് നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ. അതുപോലെ തന്നെ PSCയുടെ മറ്റൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്നുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. അരുൺ മിശ്ര എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ S മണികുമാർ ആണ്. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ S മണികുമാർ. അതുപോലെ തന്നെ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ദേശീയ അല്ലെങ്കിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയയാണ്. ഹീരാലാൽ സമരിയയാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അതുമായി റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ടുന്നത് കേരളത്തിലെ വിവരാവകാശ കമ്മീഷണർ ആരാണെന്നുള്ളതാണ്. കേരളത്തിലെ വിവരാവകാശ കമ്മീഷണർ V ഹരി നായരാണ്. ഇനി 2024 ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ ആരാണ്? 2024 ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? രേഖ ശർമ്മ. അതുപോലെ തന്നെ കേരള വനിതാ കമ്മീഷന്റെ ചെയർമാൻ P സതി ദേവിയാണ്. ഇപ്പോഴത്തെ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? V സതി ദേവി. അതുപോലെ തന്നെ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർമാൻ KC റോസക്കുട്ടിയാണ്. ഇപ്പോഴത്തെ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ്? KC റോസക്കുട്ടി. ഇന്ത്യയുടെ
25ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ. ഇദ്ദേഹം ഇന്ത്യയുടെ 25ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാവുന്നതാണ്. ഇന്ത്യയുടെ 25ാമത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? അല്ലെങ്കിൽ 2024 ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ആൻസർ രാജീവ് കുമാർ. കേരളത്തിലെ മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ ആണ്. കേരളത്തിലെ മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? എ ഷാജഹാൻ. ഇന്ത്യയുടെ 15ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇന്ത്യയുടെ 15ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? NK സിംഗ് ആണ്. 15ാമത്തത് NK സിംഗ് ആണ്. 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗിരിയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ ആരാണ്? ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ മൃത്യുഞ്ജയ് കുമാരൻ നാരായൺ. മൃത്യുഞ്ജയ് കുമാർ നാരായൺ ആണ് ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ. ഇനി നെക്സ്റ്റ്, സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മാധവ് കൗശിക് ആണ്. മാധവ് കൗശിക് ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. കേന്ദ്ര ലളിതകല അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? 2024 കേന്ദ്ര ലളിതകല അക്കാദമിയുടെ ചെയർമാൻ വി നാഗ്ദാസ് ആണ്. വി നാഗ്ദാസ് ആണ് കേന്ദ്ര ലളിതകല അക്കാദമിയുടെ ചെയർമാൻ. അതുപോലെ തന്നെ ISROയുടെ 2024 ചെയർമാൻ ആരാണ്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എസ് സോമനാഥ് ആണ്. ഇദ്ദേഹം ISROയുടെ 10ാമത് ചെയർമാൻ ആണ്. അപ്പോൾ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? എസ് സോമനാഥ്. അതുപോലെ തന്നെ VSSC ഇതിന്റെ ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ നായരാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അഥവാ VSSCയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ആരാണ്? ഉണ്ണികൃഷ്ണൻ നായർ. ദേശീയ ഗ്രീൻ ട്രൈബ്യൂണൽ ചെയർമാൻ ആരാണ്? ദേശീയ ഗ്രീൻ ട്രൈബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. നെക്സ്റ്റ്, ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ കിഷോർ മക്വാന. അതുപോലെ തന്നെ ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ചെയർമാൻ അന്തർ സിംഗ് ആര്യയാണ്. ഇനി ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം അഹിർ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. അപ്പോൾ ഒന്നുകൂടി പറയാം, ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർപേഴ്സൺ ഇപ്പോഴത്തേത് കിഷോർ മക്വാനയാണ്. ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. ദേശീയ പിന്നോക്ക കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം അഹിർ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. അതുപോലെ തന്നെ ലോക്പാലിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? അജയ് മാണിക് റാവു ഖാൻവിൽക്കർ. ലോക്പാലിന്റെ അധ്യക്ഷൻ അജയ് മാണിക് റാവു ഖാൻവിൽക്കർ. ഇനി നെക്സ്റ്റ്, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? എല്ലാവർക്കും അറിയാം, നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നീതി ആയോഗ് ചെയർമാൻ നരേന്ദ്ര മോദി. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ ബെറി. ഇനി നീതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യമാണ്. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. നീതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യം. അപ്പോൾ നീതി ആയോഗിന്റെ ചെയർമാൻ നരേന്ദ്രമോദി, വൈസ് ചെയർമാൻ സുമൻ ബെറി, നീതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ഡോവൽ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഡിഫൻസ് എന്നറിയപ്പെടുന്നത് അനിൽ ചൗഹാനാണ്. ജനറൽ അനിൽ ചൗഹാനാണ് ചീഫ് ഓഫ് ഡിഫൻസ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ VR ചൗധരിയാണ്. വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ VR ചൗധരിയാണ്. കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K ത്രിപാഠി. അപ്പോൾ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ചീഫ് ഓഫ് ഡിഫൻസ് അനിൽ ചൗഹാൻ, വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ VR ചൗധരി, കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ്. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.